ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ സിസ്റ്ററെ മാരേജാണ്. അപ്പോൾ ഇതാണ് അവളുടെ വീട്. അപ്പോൾ മാരേജിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇതാണ് അവളുടെ വീടിൻ്റെ ഔട്ട്ഡോർ വ്യൂ. പിന്നെ അവൾ ഇവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പിന്നെ മറ്റു ബന്ധുക്കൾ ഒക്കെ വീട്ടിലെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ചിലവർ തിരക്കിലാണ്. ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി. 2 ദിവസത്തെ ഫംഗ്ഷനും ചാർട്ട് ചെയ്തിരിക്കുന്നത് പിണറായി കൺവെൻഷൻ സെൻറ്റർ വെച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പിണറായിയുടെ എന്താ പറയുക, പിണറായി വിജയൻ സാറിൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് പിണറായി കൺവെൻഷൻ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ്റെ പിണറായി കൺവെൻഷൻ സെൻറ്ററിലെ വ്യൂ. ഡി ജെയും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 5 മണിയാകുമ്പം അവിടെ സ്പോട്ടിലെത്തി മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഇതാ ഫുഡിൻ്റെ ഒരു വ്യൂ ആണിത്. പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ 2 ഭാഗങ്ങളിലായിട്ടാണ്. ഒന്ന് മാരേജ് നടക്കുന്ന പ്ലേസും അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതാണ് തലേന്ന് റിസപ്ഷൻ്റെ വ്യൂ. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുകയാണ് ഗായ്സ്. അവർ 2 ഡേയ്സ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു ഡാൻസ് പെർഫോമൻസ് നിങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഐ തിങ്ക് ഒരു 3.5 മിനിറ്റുള്ള നല്ലൊരു അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇതിനു മുമ്പൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് വേറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡി ജെ പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡി ജെ നല്ല അടിപൊളി ഡി ജെ പാർട്ടിയായിരുന്നു. ഞങ്ങളൊരു ടീം ഇവിടെ ഈ സ്റ്റേജിൻ്റെ താഴെ നിന്നും, വേറൊരു ടീം സ്റ്റേജിൻ്റെ മുകളിൽ നിന്നും ഡി ജെ നല്ല അടിപൊളി ഡി ജെ പെർഫോമൻസും കസിൻസിൻ്റെ ഡാൻസും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഞാനും കുറച്ച് തിരക്കിലായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ സിസ്റ്റർ, കല്യാണ പെണ്ണ്. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് ടെമ്പിൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഷൂട്ട് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിനടുത്ത് തന്നെ ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിണറായി കൺവെൻഷൻ സെൻറ്ററിലെത്തി. ഇത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ ബ്രദർ എന്താ പറയുക, നമ്മുടെ കല്യാണ ചെറുക്കനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ കല്യാണ ചെക്കൻ കാറിൽ നിന്ന് ഇറങ്ങി എൻ്റെ ബ്രദർ ഒരു ഫ്ലവറൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഇവിടെയും ചെറിയൊരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, ഇതിപ്പം കല്യാണ മണ്ഡപത്തിനുള്ള വീഡിയോ ആണ്. അവർ രണ്ടുപേരും ഉള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് എൻ്റെ സിസ്റ്റർ ഹൃദ്യയുടെയും ജിഷ്ണുവിൻ്റെയും വിവാഹം നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു ഗൈസ്.